നിഷീസ് കിച്ചൺ വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ മോളപ്പുരം സ്കൂൾ കാലഘട്ടത്തിലേക്ക് പോയിട്ടാണുള്ളത്. 80s 90s സ്കൂളിൽ പോയവർക്കെല്ലാം ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് നല്ല ഓർമ്മയുണ്ടാവും. അതിൽ പ്രധാനപ്പെട്ട ഒരു ഓർമ്മയായിരിക്കും ചോറ്റുപാത്രം. അപ്പൊ ഇന്ന് ചോറ്റുപാത്രാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പൊ അത് കഴിക്കുന്ന ശരിക്കും ഒരു ഫീൽ കിട്ടണ യൂണിഫോം കൂടെ വേണ്ടേ. അപ്പം യൂണിഫോം കൂടെ ഇട്ടിട്ട് ശരിക്കും ഒരു സ്കൂൾ ഫീൽ ആക്കാന്ന് വിചാരിച്ചു. തലനരച്ചൊന്നും കാണുന്നില്ലല്ലോ അല്ലെ. അപ്പൊ ചോറ്റുപാത്രം റെഡി ഉണ്ട്. അപ്പൊ ഇതൊരു കുറെ നാളായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. ഇപ്പൊ യൂട്യൂബിലെല്ലാം ആരല്ലോ ചോറ്റുപാത്രത്തിന്റെ ഇത് ഇടുന്നുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ ഒരു നൊസ്റ്റാൾജിയ വന്നു. അപ്പം കുറെ നാളായിട്ടുള്ള ആഗ്രഹമാണ് ഒരു ചോറ്റുപാത്രം ആക്കിയിട്ട് കഴിക്കണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ ആക്കിയത്. അത് വീഡിയോ കൂടെ എടുത്തിട്ട് കാണിച്ചു തരാന്ന് വിചാരിച്ചു. അപ്പൊ ചോറ്റുപാത്രം റെഡിയാണ്. ഞാൻ നിഷിത, ഇതെന്റെ ക്ലാസ്മേറ്റ് കൃഷ്ണേന്ദു. അപ്പൊ രണ്ടാളും ചോറ്റുപാത്രം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് തുറന്നിട്ട് നോക്കാം, കാണിച്ചു തരാം. മോക്കിടെ സ്കൂളില് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കൊണ്ടുപോകേണ്ടത്. ദോശ ഇഡലിയെല്ലാം. ഈ ചോറിന്റെ ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ പറയുമ്പോക്ക് ഭയങ്കര ഇതാണ്, എക്സൈറ്റഡ് ആണ് ഇങ്ങനെ അത് എങ്ങനെയെന്ന് അറിയണം എന്നുള്ളത്. അപ്പൊ അതും കൂടെ കാണിക്കാന്ന് വിചാരിച്ചു. ഇതെന്റെ ചോറ്റുപാത്രം, ഇത് മോളെ ചോറ്റുപാത്രം. എന്റെ ചോറ്റുപാത്രത്തില് കായുപ്പേരി, മുട്ട ഓംലെറ്റ്, ചമ്മന്തി, അച്ചാറ്. നിന്റെ എന്താണ്? എന്റെ ഉരുളക്കിഴങ്ങ് വൈനിങ് ഉപ്പേരി എന്റെ ഫേവറേറ്റ് ആണ്. പിന്നെ ഓംലെറ്റ്, പിന്നെ ചമ്മന്തി, പിന്നെ എന്റെ ഫേവറേറ്റ് ചെത്തുമാങ്ങ അച്ചാറ്. ഇനി നമ്മ കഴിക്കട്ട്. ഇത് കഴിക്കുമ്പോ ആദ്യം ഇതെടുത്തിട്ട് ഇങ്ങനെ ഈ ബോക്സിന്റെ മൂടിയിൽ വെക്കില്ലേ, ഇങ്ങനെ വെക്കും വെച്ചു. നമ്മ സ്കൂളിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഈ കറിയെല്ലാം എടുത്ത് ഇതിന്റെ മൂടിയിൽ വെക്കും. പ്രത്യേക ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും തോന്നില്ലേ ഇങ്ങനെ കഴിക്കണമായിരുന്നു? ഞാൻ യൂട്യൂബിൽ ആരെല്ലോ ഇടുന്ന കണ്ടിട്ട് എനക്ക് കൊതിയായിട്ടാണ് ഞാനിപ്പോ ആക്കിയിനി. ഇത് കണ്ടിട്ടും എന്തായാലും അല്ല കൊതിയാവാത്ത ആളുണ്ടാവില്ല. പ്രത്യേകിച്ച് 80s 90s പോയവർക്ക് ഇതൊരു നല്ല മെമ്മറി, സ്വീറ്റ് മെമ്മറിയാണ്. അച്ചാറെടുക്കട്ടെ, അതിങ്ങനെ കൂട്ടാം. അപ്പൊ ഇനി ഷെയർ ചെയ്യാം. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യണ്ടേ. എന്റെ കായ്പേരി മാത്രം ഷെയർ ചെയ്യാം, ബാക്കിയെല്ലാം ഒന്നല്ലേ. കായ്പേരി നമ്മയെല്ലാം പണ്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കലാണ് വാരിയിട്ട്. ഇഷ്ടത സാധനം ഫ്രണ്ട്സ് ഇഷ്ടത സാധനം കൊണ്ടുവന്നാല് അത് ഇങ്ങോട്ട് എടുക്കും. തിന്നോക്കട്ടെ. കായ്പേരി എടുക്ക, ഓംലെറ്റ് എടുക്ക, ചമ്മന്തി എടുക്ക. ഇത് ക്യാമറ എടുക്കുന്ന ആക്ക് വായിന്ന് വെള്ളം വരുന്നുണ്ടോ അറിയില്ല. ഏട്ടനെ ആക്കിയിട്ടുണ്ട് ബോക്സ്, അത് വേറെ കാണിച്ചു തരാം. ചമ്മന്തി കൃഷ്ണേന്ദുവിന്റെ ഉപ്പേരി അങ്ങനെ ഇടോക്കട്ടെ. ഇതെന്തെന്ന് കായ്പേരി, ചമ്മന്തി, അച്ചാറ്. ഇത് കഴിച്ചോക്കട്ടെ. കണ്ടിട്ട് തിന്നതിന് പിന്നെ വായിന്നോടെ വരലേ. സൂപ്പർ, അടിപൊളി. എടാ നിന്റെ അമ്മയുടെ ഉപ്പേരി നല്ല പാമ്പുണ്ടല്ലോ. താങ്ക് യു. പറഞ്ഞോട്ടാ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നിന്റെ അമ്മയുടെ ഉപ്പേരി. നിങ്ങളെ അമ്മേരെ ഉപ്പേരി നോക്കട്ടെ. സൂപ്പർ. അമ്മയോട് പറയാ. എന്റെ അമ്മയോട് ഞാൻ പറയാ. കൃഷ്ണേന്ദ്രൻ വേണം പറഞ്ഞു. അപ്പൊ ഇനി ക്യാമറ ഓഫ് ആക്കിയിട്ട് നമ്മ ബാക്കിയും കൂടെ കഴിക്കട്ടെ. ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം. ഇനി ഏട്ടന് വേണ്ടിട്ടാക്കിയ ചോറ്റുപാത്രം തുറക്കുന്നുണ്ട്. തുറന്നു നോക്കട്ടെ ഇവരെന്താ അടിപൊളിയാണല്ലോ. കഴിച്ചോക്കറ എങ്ങനെയുണ്ട്. ഓംലെറ്റ് ഉണ്ട്, ചമ്മന്തി ഉണ്ട്, 2 ടൈപ്പ് അച്ചാറുണ്ട്, പിന്നെ കായ്പേരി ഉണ്ട്, ഉരുളക്കിഴങ്ങ് വഴുതനങ്ങ ഉപ്പേരി ഉണ്ട്. കഴിച്ചോട്ടിട്ടാ എന്താണ് ഇവരാക്കി വെച്ച് ആദ്യം മൂടിയിൽ വെക്കണ്ടേ. അങ്ങനെ ഒരു വഴിയുണ്ട്. അതിനെ മൂടിയിൽ വെക്കണല്ലോ. അതിലെടുത്ത് മൂടിയിൽ വെക്കുക. ഇതിടുന്ന ലേശം എടുത്തു നോക്കട്ടെ. സാവകാശമില്ല മൂടിയിൽ വെക്കാൻ. തിന്നു നോക്കട്ടെ. കുത്തലിച്ചോറിന്റെ അപ്പുറം സൂപ്പർ കോമ്പിനേഷൻ. അടിപൊളിയായി. അപ്പം ബാക്കി ഇതെങ്ങനെ ഉണ്ടാക്കിയത് കാണാം. ആദ്യം കായ്പേരി ഉണ്ടാക്കാം. ഞാനിവിടെ 2 നേന്ത്രക്കായ് മുറിച്ച് കഴുകിയെടുത്തിട്ടുണ്ട്. അടുപ്പത്ത് ഒരു ചട്ടി വെച്ച് ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കടുക് താളിക്കാം.
കടുക് പൊട്ടിക്കഴിയുമ്പം കായ് മുറിച്ചത് ഇതിലേക്കിട്ട് വേവാൻ വേണ്ടുന്ന കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കായ് വെന്ത് വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രഷ് തേങ്ങ ചിരകിയതും 2 അല്ലി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഇളക്കി മിക്സ് ചെയ്ത ശേഷം തീ ഓഫ് ചെയ്യാം. കായ് ഉപ്പേരി റെഡിയാണ്. ഇനി ഉരുളക്കിഴങ്ങും വഴുതനങ്ങയും കൂടെ മെഴുക്ക് പുരട്ടി പോലത്തെ ഒരു ഫ്രൈ ആക്കാം. ഒരു ചീഞ്ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ജീരകവും വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് താളിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പം ഉരുളക്കിഴങ്ങും വഴുതനങ്ങയും മുറിച്ചതിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 നുള്ളു കായപ്പൊടിയും 3 അല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു പച്ചമുളക് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിന് അടച്ച് വെച്ച് തീ കുറച്ച് വേവിച്ചെടുക്കാം. ഇതിൽ വെള്ളം ചേർക്കുന്നില്ല, ഇങ്ങനെ തന്നെ വേവിക്കുന്നത്. ഉരുളക്കിഴങ്ങും വഴുതനങ്ങയും പാകത്തിന് വന്നിട്ടുണ്ട്. അടുത്ത് ഞാൻ 2-3 വട്ടം തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം തീ ഓഫ് ചെയ്യാം. ഉരുളക്കിഴങ്ങും വഴുതനങ്ങയും ഫ്രൈ റെഡിയാണ്. ഇനി തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാം. അതിന് മിക്സിയിലെ ചെറിയ ജാറിലേക്ക് ഒരു ചെറിയ മുറി തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 2 ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞ് ചേർക്കാം. ഇനി ഇത് 2 പീയൽ മുളക് ഒരു പാനിൽ വളരെ കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താണ്. ഇത് ചേർക്കാം. ഇത് ഞാൻ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഇതിടാം. ഒരു ചെറിയ ഉരുള പുളി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കറിവേപ്പില വേണമെങ്കിൽ ചേർക്കാം, ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഇനി ഇതെല്ലാം കൂടെ അരച്ചെടുക്കാം. തേങ്ങാ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. ചമ്മന്തിയും റെഡിയാണ്. ഇനി ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരു സ്പൂൺ കൊണ്ടോ ഫോർക്ക് കൊണ്ടോ നന്നായി ഉടച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഇത് ഒരു വലിപ്പം കുറഞ്ഞ സവാളേൻ്റെ പകുതി എടുത്ത് ചെറുതായി മുറിച്ചാണ് ഇത് ചേർക്കാം. 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞ് ചേർക്കാം. കുറച്ച് ഫ്രഷ് തേങ്ങ ചിരകിയ ചേർക്കാം. ഇത് എൻ്റെ സ്പെഷ്യലാണ്. ഇഷ്ടമുള്ളവർ ചേർക്കാം, വേണ്ടാത്തവർക്ക് ഒഴിവാക്കാം. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇത് ചില ആൾക്കാരൊന്നും ചേർക്കാറില്ല, വേണ്ടാത്തവർക്ക് ഒഴിവാക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. കുരുമുളക് പൊടി വേണമെങ്കിൽ പാനിലേക്ക് ഓംലെറ്റ് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്താലും മതി. ഇതെല്ലാം കൂടി വീണ്ടും നന്നായി ഇളക്കി മിക്സ് ചെയ്യാം. ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി അടുപ്പത്ത് ഒരു പാൻ വെച്ച് തീ കത്തിച്ച് ഇതിൽ എണ്ണ വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ഓംലെറ്റിൻ്റെ കൂട്ട് ഒഴിക്കാം. ഇത് ഒരു 3/4 ഭാഗം വേവാകുമ്പോൾ തിരിച്ചിടാം. തിരിച്ചിട്ട ഉടനെ തീ ഓഫ് ചെയ്യുക. നല്ല സോഫ്റ്റ് ആയിട്ട് വേണമെങ്കിൽ തിരിച്ചിട്ട ഉടനെ തീ ഓഫ് ചെയ്യുക. നല്ല ഫ്രൈ ആവണമെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞ് തീ ഓഫ് ചെയ്താൽ മതി. ഓംലെറ്റും റെഡിയാണ്. ഇനി ചോറ്റുപാത്രം റെഡിയാക്കാം. ആദ്യം കുറച്ച് ഉപ്പേരി വിളമ്പാം. ഇതിൽ കായുപ്പേരിയാണ് വിളമ്പുന്നത്. ഇത് എനക്ക്. ഞാൻ പണ്ട് സ്കൂളിൽ കൊണ്ടുപോകുമ്പം ഇങ്ങനെയാണ് കൊണ്ടുപോകല്. അടിയിൽ ആദ്യം ഉപ്പേരി ഇടും, എന്നിട്ട് അതിൻ്റെ മേലെ ചോറിടല്. ഇനി ഇതിൻ്റെ മേലെ ചോറിട്ട് കൊടുക്കാം. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നമ്മളെ വീട്ടിൽ തന്നെ കൃഷി ചെയ്തുണ്ടാക്കിയ നെല്ലിൻ്റെ അരിയാണ്. അരി ചോറ് വെച്ചതാണ്. ചോറ് വിളമ്പിയിട്ടുണ്ട്. ഇനി ആദ്യം ഒരു സൈഡിന് കുറച്ച് ഉപ്പേരി വിളമ്പാം. ഒരു സൈഡിന് ഓംലെറ്റ് വെക്കാം. ഓംലെറ്റ് ഞാൻ
3 ബോക്സിൽ വെക്കാൻ വേണ്ടി കഷ്ണാക്കിയിട്ടുണ്ട്. ഒരു സൈഡിന് ചമ്മന്തി ഉരുട്ടി വെക്കാം. ഇനി കുറച്ച് അച്ചാർ വിളമ്പാം. ഇത് മാങ്ങച്ചാറ്. ഒരു ചോറ്റുപാത്രം റെഡിയാണ്. ഇനി അടുത്ത ചോറ്റുപാത്രം റെഡിയാക്കാം. ഇതിൽ ഉരുളക്കിഴങ്ങ് വഴുതിനെങ്കിൽ കൂടെ മെഴുക്കുവരട്ടി പോലെ ആക്കിയത് വിളമ്പാദ്യം. ഇത് മോക്ക് ഇതാണ് ഇഷ്ടം, അതുകൊണ്ട് മോക്ക് വേണ്ടിയിട്ട് ഇതാക്കിയത്. ഇതിൻ്റെ മേലെ ചോറ് വിളമ്പാം. ഇതിൻ്റെ മേലെ ആദ്യം ഉപ്പേരി വിളമ്പാം. ഇനി ഓംലെറ്റ് വെക്ക, ചമ്മന്തി വിളമ്പ, അച്ചാർ വിളമ്പ. ഇത് ചെത്തുമാങ്ങ അച്ചാറാണ്. ഇത് മോക്ക് ഇഷ്ടമായതുകൊണ്ട് ഇത് വെക്കുന്നത്. രണ്ടാമത്തെ ചോറ്റുപാത്രം റെഡിയാണ്. ഏട്ടന് വേണ്ടിയിട്ട് മൂന്നാമത്തെ ചോറ്റുപാത്രം റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൽ 2 തരം ഉപ്പേരിയും 2 തരം അച്ചാറും വെച്ചിട്ടുണ്ട് സ്പെഷ്യലായിട്ട്. ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. താങ്ക് യു.